24 മണിക്കൂറിനെ മൂന്നായിട്ട് വിഭാഗിച്ചുകൊണ്ട് 8 മണിക്കൂർ തൊഴിൽ, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ എന്നുള്ള മൂല്യഭൂതിയിലുള്ള സംവിധാനങ്ങളെല്ലാം അട്ടിമറിക്കപ്പെട്ടുകൊണ്ട് ആ 3 ഷെഡ്യൂൾഡായി നടപ്പിലാക്കിയ തൊഴിൽ നിയമങ്ങൾ കാറ്റിപ്പറത്തിട്ടുണ്ട്. 12 മണിക്കൂർ തൊഴിലാളി ഈ രാജ്യത്തിൽ ജോലി ചെയ്യണമെന്ന നടപടി സ്വീകരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് മാറിയിരിക്കുകയാണ്. 24 മണിക്കൂറിനെ മൂന്നായിട്ട് ഭാഗിച്ചുകൊണ്ട് 8 മണിക്കൂർ തൊഴിൽ എന്ന സംവിധാനം അട്ടിമറിക്കപ്പെട്ടുകൊണ്ട് വിദേശ രാജ്യങ്ങൾ പോലെ ഇവിടെയും കേരളത്തിലും 12 രാജ്യത്തും ഇന്ത്യ മഹാരാജ്യത്ത് 12 മണിക്കൂർ നിർബന്ധിത ജോലി ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിൽ വരാൻ പോവുകയാണ്. ഈ നിയമത്തിനെതിരെ കണ്ണടച്ചുകൊണ്ട് മൗനം പാലിക്കുന്ന ഒരു മോഡിയാണ് ഇവിടുത്തെ കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ജാഥയിൽ കോൺഗ്രസിന്റെ അലീൻസ് ഉൾപ്പെടെ അണിചേരേണ്ട ഒരു ജാഥയാണ് ദേശീയ പണിമുടക്കിൽ ചെയ്തത്. പക്ഷെ എന്താ കോൺഗ്രസ് ചെയ്തത്? അവസാന ഘട്ടം വരെ ഞങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാന നിമിഷം കോൺഗ്രസ് പിൻവലിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ബിജെപിക്കെതിരെ ശബ്ദിക്കുന്ന ഒരു ശബ്ദവും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നുള്ള നേർസാക്ഷ്യമാണ് നമ്മൾ ഈ ജാഥയിലൂടെ കാണുന്നത്. അത്തരത്തിലുള്ള കരിനിയമങ്ങളെല്ലാം എടുത്തു കളയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ രാജ്യത്ത് നടക്കുന്ന തൊഴിലാളി വിരുദ്ധ നടപടികളെല്ലാം എടുത്തു മാറ്റണമെന്ന് ഈ രാജ്യത്തോട് ആവശ്യപ്പെടാൻ പ്രതിപക്ഷ പാർട്ടി എന്ന് പറയുന്ന രാജ്യത്തെ തൊഴിലാളികൾക്ക് പ്രസ്ഥാനത്തെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്തം ഇടതുപക്ഷ പാർട്ടികൾക്ക് മാത്രമായി വരുന്ന ഒരു സാഹചര്യം ഈ രാജ്യത്തുണ്ട്. ഇതൊന്നും ഇവിടുത്തെ തൊഴിലാളികൾ കാണാതെ പോകുന്നത്. നിർബന്ധിതമായിട്ടുള്ള കൂടുതൽ പണിയെടുക്കുന്ന ഒരു സംവിധാനം ഈ രാജ്യത്തിൽ ഇല്ലായ്മ ചെയ്യുക എന്നത് ഈ രാജ്യത്തിന്റെ തൊഴിലാളികളുടെ അവകാശമാണ്. നമുക്കറിയാം, പകലന്തിയോളം പണിയെടുക്കുന്ന ഒരു കാലഘട്ടം ഈ രാജ്യത്തുണ്ടായിരുന്നു. പകലന്തിയോളം പണിയെടുക്കുക മാത്രമല്ല, കൂലി പണിയെടുക്കുന്നവന്റെ അവന്റെ ജോലിക്കനുസരിച്ചുള്ള കൂലി കിട്ടാതിരുന്ന ഒരു കാലഘട്ടം ഈ രാജ്യത്തുണ്ടായിരുന്നു. ജമ്മിക്കമ്പ്രാക്കന്മാരുടെ കുടിയോടകളിൽ പകലന്തിയോളം രാപ്പകലന്തിയോളം പണിയെടുത്തുകൊണ്ട് കൂലി ചോദിച്ചാൽ പിന്നാമ്പരന്ന് പോയി അരിയാന്ന് കൊടുത്തും നെല്ലാന്ന് കൊടുത്തും പാട്ടത്തിന് പണിയെടുത്തും നടന്ന ഒരു സാഹചര്യം ഈ രാജ്യത്തുടനീളം ഉണ്ടായിരുന്നു. അതെല്ലാം തൊഴിലാളികൾക്ക് പ്രസ്ഥാനങ്ങളുടെ അനിഷ്ട സമര പോരാട്ടങ്ങളിലൂടെ നടത്തിവരുന്ന മാറ്റങ്ങളാണ് ഈ രാജ്യത്തുള്ളത്. ആ മാറ്റങ്ങളെല്ലാം മറിച്ചുകൊണ്ടാണ് വീണ്ടും ഒരു അടിമകൾ ഉടമകളായി മാറുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ ഈ രാജ്യത്തിന്റെ ബിജെപി മുന്നോട്ട് വെക്കുന്നത്. എന്താണ് അടിമകളും ഉടമകളും? ഇവിടെ മുതലാളി വ്യവസ്ഥകൾ, അടിയാളന്മാരുടെ വ്യവസ്ഥകൾ ഇവിടെ നടപ്പിലാക്കാൻ പോകുന്ന സ്വപ്നം കണ്ടുകൊണ്ടുവരുന്ന ഒരു ബിജെപിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോകുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറുകയാണ്. ഇവിടുത്തെ തൊഴിലാളികളെല്ലാം അടിമകളായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് സ്വപ്നം കണ്ട് ഈ രാജ്യത്തെ സ്വപ്നങ്ങൾ ഉണരുന്ന ഒരു പ്രസ്ഥാനമായി മാറുകയാണ് ബിജെപി. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. ഈ രാജ്യത്തെ തൊഴിലാളികളെല്ലാം കോർപ്പറേറ്റുകൾക്ക് അടിമകളായി നിന്നുകൊണ്ട് ജോലിയെടുക്കുന്ന ഒരു സാഹചര്യം, വിദൂരമല്ലാത്ത സാഹചര്യം ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ പോവുകയാണ്. അതിനാണ് 29 ചെറുതും വലുതുമായിട്ടുള്ള നിയമങ്ങളെല്ലാം വെട്ടിച്ചുരുക്കിക്കൊണ്ട് 4 ബാർക്കോഡുകളാക്കി ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ, തൊഴിൽ നിയമങ്ങൾ കാറ്റിപ്പറത്തിക്കൊണ്ട് അവർക്ക് ഇഷ്ടമായിട്ടുള്ള രീതിയിലേക്ക് 4 ഭാഗങ്ങളായി വെട്ടി പ്രശ്നങ്ങളാക്കി വെച്ചുകൊണ്ട് ഈ നിയമം ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ 2025 നവംബർ മാസം 21 പാസാക്കിയ ബില്ലുണ്ട്. അതിനെതിരെ ശക്തമായ സമരം, ആ സമരത്തിന്റെ വിരോധിയായിട്ടാണ് ഈ വരുന്ന ദേശീയ പണിമുടക്ക്. നമുക്കറിയാം, രാജ്യം ഭരിക്കുന്ന ബിജെപി, RSS സംഘപരിവാറും നേതൃത്വം കൊടുക്കുന്ന ബിജെപി ഭരിക്കുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാരന് അവന് തൊഴിലെടുക്കാനുള്ള അവസരം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഈ രാജ്യത്തുണ്ട്. ഞങ്ങൾ പറയുന്നു, നിങ്ങളായി കരിച്ചണ്ട ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന പരിപാടി ഈ രാജ്യത്ത് തൊഴിലാളികൾക്ക് പ്രസ്ഥാനം, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ തൊഴിലാളികൾക്ക് പ്രസ്ഥാനം ഈ രാജ്യത്തോളം കാലം ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന പരിപാടി ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. അതിന് മുന്നോടിയായിട്ടുള്ള ജാഥയാണ്, പ്രക്ഷോഭമാണ് ഈ വാദപ്രവർത്തനം. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇവിടുത്തെ തൊഴിലാളി സുഹൃത്തുക്കളോട്, BMS-കാരനോട്, കോൺഗ്രസ്സുകാരനോട് ഞങ്ങൾ പറയാനുള്ളത്, നെല്ലരിഹാരം ലഭിക്കുന്ന നിങ്ങൾക്ക് ഈ നാട്ടിൽ നിങ്ങളുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം നടപ്പിലാക്കി നിങ്ങൾ പങ്കെടുക്കുന്ന ജോലിക്ക് തക്കതായ കൂലി വേണമെന്ന് ചോദിച്ചു വാങ്ങണമെങ്കിൽ, ഈ രാജ്യം സ്വാതന്ത്ര്യം നേടി എന്ന് അവകാശപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെടാതിരിക്കുന്ന ഒരു ഭാരതം നിങ്ങൾക്ക് സ്വപ്നം കാണണമെങ്കിൽ ഈ കരിഞ്ചന്തയ്ക്കെതിരെ അതിശക്തമായ രീതിയിൽ ഇടപെടണം. അതിനാൽ നിങ്ങൾ തയ്യാറാകണം. ഇവിടുത്തെ BMS-കാരനോടും കോൺഗ്രസ്സുകാരനോടും നിങ്ങൾക്ക് പറയാനുള്ളത്, മതേതരം സംരക്ഷിക്കുക മാത്രമല്ല, നിങ്ങൾ തൊഴിലുടമ കൂടി സംരക്ഷിക്കണം. നിങ്ങൾ ഈ പറയുന്ന സംവിധാനം 12 മണിക്കൂർ ജോലി ചെയ്യുമ്പോൾ 1500 തൊഴിലാളികൾ പങ്കെടുക്കുന്ന ഒരു കമ്പനിയിൽ
3 ഷിഫ്റ്റായിട്ട് 8 മണിക്കൂർ 1500 പേര് പണിയെടുക്കുന്ന ഒരു കമ്പനിയിൽ നിങ്ങൾ ഈ പറയുന്ന നിയമം നടപ്പിലാക്കിയാൽ 500 കുടുംബങ്ങളുടെ 500 തൊഴിലാളികളുടെ പണി നഷ്ടപ്പെടുകയെന്ന് മാത്രമല്ല 500 കുടുംബങ്ങൾ തൊഴിലാളിയാകുന്ന രീതിയിലേക്കുള്ള കോർപ്പറേറ്റുകളെ സംരക്ഷിക്കുന്ന ഒരു നിയമമാണ് നിങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നത്. 3 ഷെഡ്യൂളിൽ പണിയെടുക്കുന്ന 1500 തൊഴിലാളികൾ 12 മണിക്കൂർ നിങ്ങൾ നിർബന്ധിതമായും ജോലി ചെയ്യാൻ തീരുമാനിച്ചാൽ 2 ഷെഡ്യൂൾഡായിട്ട് 1000 തൊഴിൽ ദിനങ്ങളിൽ നിന്ന് സൃഷ്ടിക്കുകയും 500 തൊഴിൽ ദിനങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന ജനദ്രോഹപരമായിട്ടുള്ള നടപടിയാണ് നിങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. അതിനെതിരെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അതിനെതിരെ ശബ്ദിക്കാൻ ഈ നിയമം ഈ രാജ്യത്ത് നടപ്പിലാക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്ന ദേശീയ പ്രക്ഷോഭ സമരമാണ് ഇവിടെ എത്തിക്കുന്നത്. നമുക്കറിയാം ഈ ദേശീയ പൊതുപരിപാടികളൊക്കെ ഈ വരുന്ന 12-ാം തീയതിയാണ്. തൊഴിൽ വിരുദ്ധ നിയമങ്ങൾ, തൊഴിലാളി വിരുദ്ധ ബാർക്കോഡുകൾ പിൻവലിക്കുക, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക, വിത്ത് ബിൽ ഉപേക്ഷിക്കുക, ശാന്തി ബിൽ 2025 പിൻവലിക്കുക, പൊതുമേഖല ഓഹരി വിൽപ്പനയും ആസ്തി വിൽപ്പനയും അവസാനിപ്പിക്കുക, നിശ്ചിതകാല തൊഴിൽ തള്ളുകയും കരാറുവൽക്കരണം അവസാനിപ്പിക്കുകയും ചെയ്യണം. സ്ഥിരം കൂട്ടാക്കുക. നമുക്കറിയാം ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന ഒരു സംവിധാനം റെയിൽവേയാണ്. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ജോലി ചെയ്യാൻ അവസരമെടുക്കുന്ന ഒരു റെയിൽവേ. ആ റെയിൽവേയിൽ ഇപ്പം എന്താ നടക്കുന്നത്? നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം റെയിൽവേയിലെ നിയമനങ്ങൾ കരാറടിസ്ഥാനത്തിൽ കോർപ്പറേറ്റുകൾക്ക് തീർന്നി കൊടുക്കുന്ന ഒരു സംവിധാനമാണ്. കരാറടിസ്ഥാനത്തിൽ കോൺട്രാക്ട് എടുക്കുന്ന കോർപ്പറേറ്റുകൾക്ക് അവർക്ക് ഇഷ്ടമുള്ള തൊഴിലാളികളെ വെച്ചുകൊണ്ട് അവർ പറയുന്ന രീതിയിലേക്ക് പണിയെടുക്കുന്ന സംവിധാനത്തിലേക്ക് ഈ BJP അധികാരത്തിൽ വന്നതിന് ശേഷം തീർന്നി കൊടുക്കില്ലേ? അത്തരത്തിലുള്ള തൊഴിൽ ബോധങ്ങളാണ് ഈ രാജ്യത്ത് നടക്കുന്നത്. ഈ തൊഴിൽ ബോധ നടപടികൾക്കെല്ലാം അന്ത്യം കുറിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധ പരിപാടിയും ദേശീയ പണിമുടക്കുമായി ഇടതുപക്ഷ പ്രസ്ഥാനം മുന്നോട്ടേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ ആണാവൂർ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഈ ജാഥയുടെ ക്യാപ്റ്റനായി സഖാവ് തൊഴിൽ സദാശിവ സഖാവ് ഇവിടെയുണ്ട്, സഖാ വൈസ് ക്യാപ്റ്റൻ സഖാവ് ഉദുമാരുണ്ട്. ബാക്കി എല്ലാവരും ഈ ജാഥയുടെ മറ്റ് വിശേഷങ്ങളെ കുറിച്ചൊക്കെ വളരെ വിശദമായി തന്നെ ഇവിടെ സംസാരിക്കും. ഇവിടെ വേദിയിലും സദസ്യനുമായിരിക്കുന്ന സമരപരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റുന്ന വിവിധ സഖാക്കൾക്ക് കുട്ടശേഖരൻ ലോക്കൽ കമ്മിറ്റിയുടെ പേരിലുള്ള വിപ്ലവ അഭിവാദ്യം നൽകിച്ചുകൊണ്ടുകൊണ്ട് വാക്കുകൾ ചോദിക്കുന്നു. പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ദേശീയ പണിമുടക്ക് 2026 ഫെബ്രുവരി 12-ാം തീയതി വ്യാഴാഴ്ച ഈ പണിമുടക്കിൽ പങ്കാളികളാകുവാൻ 12-ാം തീയതി നമ്മുടെ രാജ്യം